നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താരപരിവേഷമില്ലാതിരുന്നിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും സൂപ്പർ ഹിറ്റായി മാറിയ മഞ്ഞുമ്മൽ ബോയ്സ് പ്രേക്ഷകരെ ഞെട്ടിച്ചതുപോലെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പും അന്വേഷണ ഏജൻസിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. നടനും നിർമ്മാതാക്കളിൽ ഒരാളുമായ സൗബിൻ ഷാഹിർ അടക്കമുള്ളവർക്കെതിരെ നടത്തിയ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂടി ഏറ്റെടുത്തതോടെയാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. സംസ്ഥാന പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ചതിയുടെ ചുരുളഴിയുന്നത്. സൗബിന്റെയും കൂട്ടുകാരുടെയും വിജയം മലയാള സിനിമ മുഴുവനും അഭിമാനത്തോടെ ആഘോഷിച്ചതാണ്. എന്നാൽ അതിപ്പോൾ നാണക്കേടായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. പ്രശ്നം പറഞ്ഞു തീർക്കാൻ സൗബിനുമായി അടുപ്പമുള്ള പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ച് നീതി കണ്ടെത്തിയ സ്ഥിതിക്ക് കാര്യങ്ങൾ അത്ര വെടിപ്പാകില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. പരാതിക്ക് പിന്നാലെ കോടതി ഇടപെടലുണ്ടായതാണ് തലവേദനയായി മാറിയത്. സിനിമ പൂർത്തിയാക്കാനായി 7 കോടി സിറാജ് വലിയത്തറ ഹമീദ് എന്നയാളിൽ നിന്ന് വാങ്ങിയ ശേഷം സൗബിൻ ഷാഹിർ അടക്കമുള്ളവർ ആസൂത്രണം ചെയ്ത് കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഹമീദിന്റെ കയ്യിൽ നിന്ന് 26 തവണയാണ് പണം വാങ്ങിയത്. 40% ലാഭം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായതോടെ സിറാജ് കോടതിയെ സമീപിക്കുകയും കോടതി നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തുടങ്ങിയ പോലീസ് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. സിനിമ റിലീസായ ശേഷം പറവ ഫിലിംസിന്റെ പേരിൽ എറണാകുളം കടവന്ത്രയിലെ ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ട് മുഖേനയാണ് കളക്ഷൻ സ്വീകരിച്ചിരിക്കുന്നത്. കോടതി അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെ ഇടപാടുകളെല്ലാം ഇതേ പേരിൽ തേവര HDFC ബാങ്കിന്റെ അക്കൗണ്ട് വഴിയാക്കി. ഇത് കരുതി കൂട്ടിയായിരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു. സിനിമയുടെ കളക്ഷനായി കിട്ടിയ തുകയിൽ നിന്ന് 3.5 കോടി രൂപ ഇതേ ബാങ്കിൽ സൗബിനും കൂട്ടുപ്രതികളും സ്ഥിര നിക്ഷേപമാക്കിയെന്നും കണ്ടെത്തി. കളക്ഷൻ കിട്ടിയ തുകയിൽ നിന്ന് 3.5 കോടി രൂപ സ്ഥിര നിക്ഷേപമാക്കി മാറ്റിയിട്ട് പോലും പ്രതികൾ പരാതിക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ ചെറിയ ഭാഗം പോലും തിരികെ കൊടുക്കാത്തതിൽ നിന്നും പ്രതികൾക്ക് സിറാജിനെ കബളിപ്പിക്കാൻ ആദ്യമേ പദ്ധതിയുണ്ടായിരുന്നതായി വ്യക്തമാണ്. മരട് SHO GP സജികുമാർ ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണിത്. സൗബിന്റെ പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് പറവ ഫിലിംസിന്റെ സഹനിർമ്മാതാക്കൾ. സിനിമയ്ക്കാകെ 18.65 കോടി മാത്രമാണ് ബജറ്റ്. എന്നാൽ പലരിൽ നിന്നായി 28 കോടിയിലധികം രൂപ ഇവർ വാങ്ങിക്കൂട്ടി. അങ്ങനെ 10 കോടി അധികമായി പ്രതികൾ കൈക്കലാക്കി. ഇതിൽ 7 കോടി പരാതിക്കാരനായ സിറാജ് നൽകിയത്. സിനിമ മുടങ്ങുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ 11 കോടി രൂപ കൂടി മറ്റൊരു കമ്പനിയിൽ നിന്ന് കടമെടുക്കാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാളോട് ഇത്തരത്തിൽ ചതി ചെയ്തത് പൊറുക്കാനാകില്ല. 7 കോടി രൂപ പ്രത്യക്ഷമായും 11 കോടി പരോക്ഷമായും നൽകി സിനിമയുടെ നിർമ്മാണത്തിനും റിലീസിനും സഹായിച്ച പരാതിക്കാരനെ നിർമ്മാതാക്കൾ ചതിക്കുകയായിരുന്നു. പടം റിലീസായി വൻ തുക കിട്ടിയിട്ടും സിറാജ് ഒഴികെയുള്ളവരുടെ പണവും പലിശയും തിരികെ നൽകി. എന്നിട്ടും സിറാജിന് മുടക്കുമുതൽ പോലും തിരികെ നൽകാതിരുന്നത് ചതിയാണ്. മലയാള സിനിമയിൽ മുമ്പും ഇത്തരത്തിൽ ചതി നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം. കോടികളുടെ വരുമാനം കണ്ട് പ്രതികൾ സ്വയം മറന്ന് അഭിരമിച്ചതുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കടം വാങ്ങിയവരുടെ ആരുടെയും പണം തിരികെ നൽകില്ലായിരുന്നു. സിനിമയുടെ വിതരണം ഏറ്റെടുത്തിരുന്ന ബിഗ് ഡ്രീം ഫിലിംസ് എന്ന സ്ഥാപനത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ ആകെ 45,30,25,193 രൂപ കളക്ഷൻ കിട്ടിയതായും അതിൽ 10 കോടി രൂപ പറവ ഫിലിംസിന് കൊടുത്തിരിക്കുന്നതായും 12 കോടി രൂപ പറവ ഫിലിംസിന് കൊടുക്കാനുള്ളതായും കാണുന്നു. മ്യൂസിക് അവകാശം, സാറ്റലൈറ്റ്, ഓവർസീസ്, OTT എന്നീ ഇനങ്ങളിലായി 95 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നതായും പോലീസ് പറയുന്നു. സിറാജ് അർബുദ രോഗിയാണ്. മുടക്കുമുതൽ ഉൾപ്പെടെ 47 കോടിയോളം രൂപ കിട്ടാനുണ്ട്. പണമില്ലാത്തതിനാൽ ചികിത്സിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നാണ് പോലീസ് കോടതി അറിയിച്ചിരിക്കുന്നത്. അഭിനയിച്ച താരങ്ങൾക്കെല്ലാം സംവിധായകന് വളരെ തുച്ഛമായ പണമാണ് നിർമ്മാതാക്കൾ നൽകിയത്. സിറാജിന് മുടക്കുമുതലും കൂടാതെ ഒരു 10 കോടി രൂപ ലാഭമായി നൽകിയിരുന്നെങ്കിൽ അയാൾ ഒരു പക്ഷേ പരാതിയുമായി രംഗത്ത് വരില്ലായിരുന്നു. അതിനു പകരം അയാളെ ഒഴിവാക്കിയത് രോഗിയായതുകൊണ്ടായിരിക്കാം. അർബുദബാധിതനായ പരാതിക്കാരൻ മരിച്ചാൽ പണമെല്ലാം കൈക്കലാക്കാമെന്ന മോഹം ഇവർക്കുണ്ടായിരുന്നതായി ആക്ഷേപമുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല. മഞ്ഞുമ്മൽ ബോയ്സ് പ്രശ്നത്തോടെ സിനിമയ്ക്ക് പണം നിക്ഷേപിക്കാൻ പലരും മടിക്കുകയാണ്. മുമ്പും ഇത്തരത്തിലുള്ള ചതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരൊക്കെ പലതരത്തിലും സമ്മർദ്ദങ്ങളും ഭീഷണിയിലുമായിരുന്നു. താരങ്ങളുടെ ഡേറ്റ് വാങ്ങിയ ശേഷം നിക്ഷേപം സ്വീകരിച്ച് പടം പൂർത്തിയാക്കുകയും വലിയ ലാഭം പോക്കറ്റിലാക്കുകയും ചെയ്യുന്ന നിർമ്മാതാക്കൾ ധാരാളമുണ്ട്. നിക്ഷേപകരിൽ പലർക്കും മുടക്കുമുതൽ പോലും നൽകാത്ത സംഭവമുണ്ട്. പുതിയ നിർമ്മാതാക്കളുടെ സിനിമ സ്വന്തം ബാനറിൽ പുറത്തിറക്കി കൊടുക്കുകയും അതിൽ നിന്ന് പണം നേടുകയും ചെയ്യുന്നവരുമുണ്ട്. എല്ലാവർക്കും ആർത്തിയാണ് പണത്തോട്. ആർത്തി മൂത്താൽ അഴിക്കുള്ളിലാകുമെന്ന ബോധം ഇവർക്കില്ലതാനും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.